അച്ഛൻ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണേ? പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ രണ്ടാളും കൂടി ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് മേക്ക് പഴംപൊരി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈദ ആദ്യം എടുക്കാൻ പോവാം കേട്ടോ. മൈദ കുറച്ചുകൂടി നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണം. മതി മതി. ഓക്കെ, നമ്മൾ 4 കുറച്ചുകൂടി ഇട്ടോ മതി. അതല്ല മൈദ നന്നായി പഴം വെക്കുക. നീ അത് കഴിക്കാം. മിക്സ് മിക്സ് മിക്സ്. പഴം നീളത്തിൽ മുറിക്കുക. നീളത്തിലല്ലേ? നീളത്തിലാക്കണം. കുറച്ച് എള്ളിട്ടോ വേണമെങ്കിൽ. അതല്ല, ഈ പഴം നമുക്ക് നീളത്തിൽ മുറിക്കാം. മുറിക്കാൻ പോയിട്ട് ചെറുതാക്കാം. 2 പീസാക്കിയിട്ട് നീളത്തിൽ മുറിക്കാൻ നല്ലത്. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? യെസ്, ഇതിലെല്ലാം ഉണ്ടോ? അതാ ഇതുപോലെ മുറിക്കാം. നോക്കൂ നോക്ക്, ടേസ്റ്റ് നോക്കൂ. ഞാൻ ഉണ്ടാക്കിയോളൂ. ഇപ്പം നന്നായി 6 മൈദ. ഇത് റെഡിയായി. ഗൈസ്, എല്ലാ പഴവും നമ്മൾ എളുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ഐശ്വര്യ അടുപ്പത്തിച്ചു. ഈ പാൻ വയ്ക്കാം നമുക്ക്. ഇനി ചൂടാകണം. പാൻ വെച്ചു നല്ലതുപോലെ ചൂടായിട്ട് ബാക്കി നോക്കാം. ഇനി എണ്ണ ഒഴിക്കാൻ പോവാണ്. പാൻ നല്ലോണം ചൂടായി. പാൻ കാണിച്ചു ചൂടായി. പാന് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള ഓയിൽ നമ്മളങ്ങോട്ട് ഒഴിക്കുക. പിശുക്ക് കാണിക്കുക. ഇത്ര മതി. ഇനി നോക്കാം. മെല്ലെ വേണം നമ്മളെ മെല്ലെ അങ്ങനെ വെക്കാൻ അങ്ങനെ ഇടാം. ഓക്കെ, നമ്മൾ ഒന്നിട്ട് സക്സസ്. ഇതുപോലെ എല്ലാം നോക്കിടാം. എന്ത് തോന്നുന്നു? അച്ഛൻ പേടിയൊന്നുമില്ല. അങ്ങനെ അച്ഛൻ പഴംപൊരി ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി വീട്ടിലെപ്പോൾ അച്ഛനും പഴംപൊരി ഉണ്ടാക്കാൻ എനിക്കറിയാം. അതുപോലെ അച്ഛനെ ഓരോന്ന് പഠിച്ചു തുടങ്ങണം. എനിക്കറിയാം, പക്ഷേ ഞാൻ പറഞ്ഞാൽ മുന്നിൽ കണ്ണു കഴിക്കട്ടോ. ഒരു ഈ കിടന്ന് തിളക്കുന്ന തിളപ്പ് കണ്ടോ ഗൈസ്? ഇതൊന്നും അതിൽ വരില്ല. ഒക്കെ മാറ്റി വരുന്നത്. ഒരു തീ കുറച്ച് കൊടുക്കാം. ഇതായിരിക്കും നല്ലത്. ഈ പഴംപൊരി എല്ലാം കൂടി കുറച്ചുകൂടി ഇടാം. കുറച്ചുകൂടി സ്ഥലമുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഇടാം. ഇനിയാണോ? വേണ്ട. അയ്യോ, നോക്കി ഇടണം. ഇനി കോലെടുത്ത് മാറ്റിയിട്ടിടാം. ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങാം. ശ്രദ്ധിച്ച് വിട്ടാൽ മതി. ഓവറാക്കണ്ട. ഓക്കെ, എടുക്കുക. ഇത് അടുത്തേക്കില്ല. ഇതും കൂടി ഇട്ടോ. 2 ചെറുതും കൂടി ഉണ്ട്. അതും കൂടി ഇട്ടാലും. ഓ മൈ ഗോഡ്, നൈസായിട്ടൊന്നും തെറിച്ചു. അടുത്തത് പ്രശ്നക്കായി. മെല്ലകണേ. അടുത്തത് ഒന്നുമില്ല. പഴംപൊരി അടുത്തതാവുന്നുണ്ട്. ഇപ്പുറത്ത് ചായ ആയിക്കൊണ്ടിരിക്കുന്നു. ചായ എന്താ ഇങ്ങനെ? ഇങ്ങനെയാണ് നമ്മൾ ചായക്ക് പൊടിയിടുന്നത്. അപ്പോൾ കറിയിട്ട് മറിച്ചിടാം. നൈസായിട്ട് എണ്ണൊക്കെ തെറിക്കുന്നുണ്ട്. എടുക്കാം.
ലാസ്റ്റ് ബാച്ച് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ പഴംപൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു.